നമസ്കാരം, ഞാൻ ജോണി ജോസഫ്, ഇലക്ട്രോമക് എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ EME എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് SAP പാർട്ട്ണർ കമ്പനിയിൽ വൈസ് പ്രസിഡൻ്റായിട്ട് ജോലി ചെയ്യുന്നു. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രാഥമിക ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SAP എന്ന് പറയുന്ന ടെക്നോളജിയുടെ എൻഡ് യൂസർ അല്ലെങ്കിൽ കൺസൾട്ടിംഗ് ലെവൽ ട്രെയിനിങ് ഒക്കെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന BCom, MCom അല്ലെങ്കിൽ കൊമേഴ്സ് ഗ്രാജുവേഷൻ, അതുപോലെ തന്നെ MBA, BTech ഒക്കെ പോലെയുള്ള ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ചെയ്ത ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ ധാരാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസും ഒക്കെ ഇന്ന് അവരുടെ ഒരു സാലറി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു പുതിയ ജോലിക്ക് ഏറ്റവും നല്ല സാലറിയിൽ ജോയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇന്ന് വളരെയധികം സെലക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടെക്നോളജിയാണ് SAP. അപ്പോൾ ഈ ഒരു ടെക്നോളജിയെക്കുറിച്ച് ഒരുപാട് വികലമായ അറിവുകളും ഒരുപാട് പല രീതിയിലുള്ള പ്രചാരണങ്ങളും ഒക്കെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളിലേക്കൊന്ന് പാസ് ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ഒരു 10 വർഷമായിട്ട് SAP ടെക്നോളജിയുടെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ കോളേജുകളും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും, അതായത് കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കൊമേഴ്സ് സ്ഥാപനങ്ങൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങളൊക്കെ SAP പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുകയും അവർക്ക് ഈ ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ അവയർനെസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ളൊരു വീഡിയോ ഇന്ന് SAP ആസ്പിരൻസിന് വളരെ പ്രയോജനപ്പെടുമെന്ന്. അപ്പോൾ ഞാൻ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് SAP എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. SAP എന്ന് പറയുന്ന ഒരു ടെക്നോളജി 1972 ജർമ്മൻ ആസ്ഥാനമായിട്ട് സ്ഥാപിതമായിട്ടുള്ളൊരു ടെക്നോളജിയാണ്. ഈ ഒരു കമ്പനിയുടെ വികാസവും വളർച്ചയും ഏതാണ്ട് 188+ രാജ്യങ്ങളിലേക്കുള്ള ഒരു വളർച്ചയും അതിവേഗമായിരുന്നു. കാരണം ഒരു പ്രത്യേക കമ്പനിയുടെ, എത്തരത്തിലുള്ള കമ്പനിയുമായിക്കോട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് എനി കൈൻഡ് ഓഫ് കമ്പനീസ്, ഏതാണ്ടൊരു 24 വെർട്ടിക്കൽസ് ഓഫ് ദി കമ്പനീസിന് അവരുടെ ഡേ ടു ഡേ ബിസിനസ് പ്രോസസ്സിങ് ചെയ്യാനായിട്ട് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയർ ആവശ്യമായിട്ട് വന്ന സമയത്ത്, അല്ലെങ്കിൽ മാനുവലി പ്രോസസ്സ് ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നും സെൻട്രലൈസ്ഡ് ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാമിൻ്റെ ആവശ്യം വന്ന അവസ്ഥയിലാണ് ഈ ടെക്നോളജിയുടെ ഉദയം. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും, നമ്മളുടെ ഏത് കമ്പനി ആയാലും ആ കമ്പനിയിൽ ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൊമേഴ്സ്, അതല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ പർച്ചേസ്, ലോജിസ്റ്റിക്സ്, ക്വാളിറ്റി കൺട്രോള്, പ്രൊഡക്ഷൻ പ്ലാനിങ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, ഇത്തരത്തിൽ ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുള്ള ഒരു കമ്പനിയിലുണ്ടെങ്കിൽ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ ശരിയായ രീതിയിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിംഗ് ഇല്ല എങ്കിൽ ആ കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങും ആ കമ്പനിയുടെ മുമ്പോട്ടുള്ള വളർച്ചയും ഒക്കെ ധാരാളം ബാധിക്കപ്പെടും. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പോകുന്ന സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഒരു കമ്പനിയെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങിലേക്ക് കൊണ്ടുവരാനാണ് ഇത്തരത്തിലുള്ള ERP അല്ലെങ്കിൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയർ ഉപകരിക്കുക. ഇന്ന് ലോകം കണ്ടതിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടതും ലോകത്തിൽ ഏറ്റവും പ്രചാരണമുള്ളതുമായിട്ടുള്ള, അല്ലെങ്കിൽ ഏതാണ്ട് 78 to 80% ഓഫ് ദി ടോട്ടൽ കമ്പനികൾ, ലോകത്തിലെ അറിയപ്പെടുന്ന കമ്പനികൾ, ഏതാണ്ട് 4.5 ലക്ഷത്തോളം വരുന്ന മൾട്ടിനാഷണലും അതുപോലെ ഫോർച്യൂൺ കമ്പനികളൊക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആയിട്ട് SAP വളർന്നെങ്കിൽ അതിൻ്റെ ഒരു കസ്റ്റമൈസിങ് കപ്പാസിറ്റിയും ആളുകൾക്ക് കൊടുക്കുന്ന ഒരു കേപ്പബിലിറ്റിയും വളരെ അധികമാണ്. അത്തരത്തിലുള്ളൊരു സോഫ്റ്റ്വെയർ ഇന്ന് പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ കുട്ടികൾ ധാരാളമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിജിറ്റൽ ആയിട്ട്, കംപ്ലീറ്റ് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഇതിനെ വളച്ചൊടിച്ച് ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ധാരാളം എന്താ പറയുന്നത്, ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ യാതൊരു രീതിയിലും ഓതൻറ്റിക് അല്ലാത്ത രീതിയിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഇന്ന് SAPയിൽ പഠിക്കാനായിട്ട് ഒരു യൂസർ ലെവൽ അല്ലെങ്കിൽ എൻഡ് യൂസർ ലെവലിലൊക്കെ പഠിക്കണമെങ്കിൽ ലോകത്തിൽ പല രീതിയിലുള്ള ലൈസൻസസ് അവൈലബിൾ ആണ് SAPയിൽ. അതിനകത്ത് ഏറ്റവും പ്രചാരമുള്ള ഒരു ലൈസൻസ്, ഇന്ത്യയിൽ ഇന്നിപ്പോൾ നിലവിലിരുന്ന ലൈസൻസ് എന്ന് പറയുന്നത് SAPയുടെ ലേണിംഗ് ഹബ് ബിസിനസ് എഡിഷൻ എന്ന് പറയുന്ന ലൈസൻസാണ്. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ
അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഈ ഒരു ലൈസൻസിലൂടെ SAPയിൽ എൻ്റർ ചെയ്ത് ക്ലൗഡിൽ പഠിക്കാനായിട്ടുള്ള അംഗീകാരം കൊടുക്കാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് യോഗ്യതയുണ്ടോ, അവർ ഓതൻറ്റിക് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എങ്കിൽ അവർ SAPയുടെ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ SAP ഇന്ത്യയുടെ കസ്റ്റമർ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ലിസ്റ്റിൽ വന്നവരായിരിക്കും, അല്ലെങ്കിൽ ആ ലിസ്റ്റിലേക്ക് ഇപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വർഷം കുറേ അധികം ആളുകൾ ഞങ്ങളുടെ തന്നെ SAP പാർട്ട്ണറിലൂടെ സൈൻ ചെയ്തിട്ടുണ്ട്. അവരിലൊരു 8-10 ആളുകളുടെ പേരിപ്പോൾ വരാനുണ്ട്. ബാക്കി കുറേ അധികം പേരുകൾ അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണോ നമ്മൾക്ക് എഡ്യൂക്കേഷൻ തരുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ട വളരെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ SAPയുടെ ഒരു കൺസൾട്ടിംഗ് ലെവൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് പ്രോഗ്രാമാണ് പഠിക്കേണ്ടതെങ്കിൽ അത് സാധാരണ ഒരു SAP പാർട്ട്ണർ കൊടുക്കുന്ന ഒരു ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഓതൻറ്റിക് ആയിട്ട് കൊടുക്കുന്ന ഒരു പാർട്ട്ണറുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് വളരെ റെയറായിട്ടുള്ള സെൻറ്ററുകളേ ഉള്ളൂ. ഇന്ത്യയിൽ തന്നെ ആകമാനം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 20-ൽ താഴെ വരുന്ന സെൻറ്ററുകളാണ് SAPയുടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ ആകപ്പാടെ അംഗീകാരമുള്ള സെൻറ്ററുകൾ. അവർക്ക് SAP പാർട്ട്ണർ ലോഗോ ഉപയോഗിക്കാനും ആ പാർട്ട്ണർ എന്ന് എഴുതാനും ഒക്കെയുള്ള അംഗീകാരമുണ്ടാകും. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കുട്ടികൾ ഈ കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ കൺസൾട്ടിംഗ് ലെവലൊക്കെ പ്രോഗ്രാം പഠിക്കുമ്പോൾ SAP കൊടുക്കുന്ന പ്രൊഫഷണൽ ലൈസൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ലൈസൻസ് കൊടുക്കുകയും അവരുടെ സൈറ്റിൽ കയറി നമുക്ക് ആവശ്യാനുസരണം എല്ലാം SAPയുടെ മൊഡ്യൂളുകൾ യൂസ് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യുന്നുള്ള അംഗീകാരങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇല്ലീഗൽ ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ കുട്ടികൾ പെടരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇനി നമുക്ക് ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും PG അല്ലെങ്കിൽ ഒരു BTechൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് എന്ത് പഠിക്കാം എന്നുള്ളത് കൂടെ നോക്കിയിട്ട് അതിനെക്കുറിച്ച് കൂടെ മനസ്സിലാക്കാം. അതായത് ഒരു കൊമേഴ്സ് സെഗ്മെൻറ്റ് നമുക്ക് ആദ്യം എടുക്കുകയാണെങ്കിൽ കൊമേഴ്സിൽ നോർമലി ഒരു BCom, MCom അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലെയുള്ള കോഴ്സുകൾ, ACCA, CMA, ICMA ഇതുപോലെയൊക്കെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ മൊഡ്യൂളാണ് SAPയുടെ ഫിനാൻസ് മൊഡ്യൂള്. അപ്പോൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, നേരത്തെ SAP വേറെ ലൈസൻസ് കൊടുക്കുമ്പോൾ FICO എന്ന് പറയാറുണ്ടാണ്, ഫിനാൻസ് ആൻഡ് കൺട്രോളിങ്. ഇപ്പോൾ ഫിനാൻസ് ആൻഡ് കൺട്രോളിങ് എന്ന് പറയുന്നൊരു മൊഡ്യൂള് SAPയുടെ ഓൾഡ് വേർഷൻ ECCയിലായിരുന്നു ധാരാളമായിട്ട് കേട്ടിരുന്നതും കൊടുത്തിരുന്നതും. എന്നാൽ ഇപ്പോൾ SAP HANA അല്ലെങ്കിൽ S4 HANA ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നായിട്ട് ആണ് അതറിയപ്പെടുക, അല്ലെങ്കിൽ ഫിനാൻസ് മൊഡ്യൂൾ എന്ന് പറയും, FI മൊഡ്യൂൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മൊഡ്യൂളാണ് കൊമേഴ്സ് സ്റ്റുഡൻസ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഒരു MBA മാർക്കറ്റിംഗ്, സെയിൽസ് അല്ലെങ്കിൽ BBA ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് വേണമെങ്കിൽ SAPയുടെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ SD എന്ന് പറയുന്ന മൊഡ്യൂൾ സെലക്ട് ചെയ്യാം. MBAയിൽ HR സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് SAPയുടെ സക്സസ് ഫാക്ടറിൻ്റെ ഓവർവ്യൂ ലെവൽ പ്രോഗ്രാം അല്ലെങ്കിൽ സക്സസ് ഫാക്ടറിൻ്റെ കൺസൾട്ടിംഗ് ലെവൽ പ്രോഗ്രാം പഠിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് SAPയിൽ അനേകം മൊഡ്യൂൾസ് ഉണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് SAPയുടെ ടെക്നിക്കൽ മൊഡ്യൂളായിട്ടുള്ള അഡ്വാൻസ്ഡ് ബിസിനസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ABAP എന്ന് പറയുന്ന മൊഡ്യൂൾ അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം ടെക്നിക്കൽ മൊഡ്യൂളുകളും അതുപോലെ ടെക്നോ ഫങ്ഷണൽ മൊഡ്യൂളുകളും ഒക്കെ കൂടെ ചേർന്നതാണ് SAPയുടെ കംപ്ലീറ്റ് ടെക്നോളജിയെ നയിക്കുന്ന മൊഡ്യൂളുകൾ. ഇപ്പോൾ ഏതാണ്ട് 1000-ലധികം മൊഡ്യൂളോട് കൂടി SAP BE എഡിഷൻ അല്ലെങ്കിൽ ബിസിനസ് എഡിഷൻ എന്ന് പറയുന്നൊരു മൊഡ്യൂള് ഇന്ന് യൂസർ ലെവൽ പഠിക്കാനായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് കേരളത്തിൽ ഏതാണ്ട് 10ഓളം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതിൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സായിട്ട് നമുക്കുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ കുട്ടികൾക്ക് ചൂസ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സെൻറ്ററുകളെക്കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ SAP പാർട്ട്ണറിലൊക്കെ നിങ്ങൾക്ക് വിളിച്ചിട്ട് സെൻറ്ററിൻ്റെ ഓതൻറ്റിസിറ്റിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കാം. EME എന്ന് പറയുന്ന എറണാകുളത്തെ സെൻറ്റർ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് തരാൻ ബാധ്യസ്ഥരാണ്. കാരണം കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും അധികം നമ്പർ ട്രെയിനിങ് കൊടുക്കുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതൊരു സെൻറ്ററിനെക്കുറിച്ച് ഓതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷന് വേണ്ടിയിട്ടും അന്വേഷിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു SAP കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു നോർമൽ സാലറി ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ കിട്ടുന്നത് 20,000 25,000 ആണ് എങ്കിൽ എപ്പോഴും നിങ്ങൾക്കൊരു 40% 50% സാലറി ഹൈക്കിന് വേണ്ടിയിട്ട് SAP നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇന്നത്തെ കാലത്ത് മിഡിൽ ഈസ്റ്റ്, GCC അതുപോലെ ഗൾഫ് കൺട്രീസിലൊക്കെ നമ്മൾ പോകുമ്പോൾ
ഇന്ന് SAP ടെക്നോളജി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസോട് കൂടി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഓൾമോസ്റ്റ് ഓൾ ദി കമ്പനീസ് യൂസിങ് SAP ടെക്നോളജി ഇൻ ഓൾ ദീസ് കൺട്രീസ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു തലമുറയിൽ ഈ ഒരു ERP ടെക്നോളജിയുടെ പ്രാധാന്യം വളരെയധികമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് SAP ടെക്നോളജി കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ സാലറി ഡെഫിനറ്റ്ലി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ ജോലി തേടുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു ഏറ്റവും നൂതനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലോകം ഭരിക്കുന്ന ഒരു ERP ടെക്നോളജിയാണ് SAP എന്ന് മാത്രം ഞാൻ പറഞ്ഞു നിൽക്കുന്നു. കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.